നമസ്കാരം സുഹൃത്തുക്കളെ, സ്പോർട്സ് പിച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. അയർലൻഡിന്റെ രണ്ടാം നിര ടീമിന് മുന്നിൽ ലോക ചാമ്പ്യന്മാരായ ഭാരതത്തിന്റെ നീലപ്പട 34 റൺസിന് നാണം കെട്ട് തകർന്നടിഞ്ഞ ആ ബെൽഫാസ്റ്റ് തോൽവിയുടെ പുകച്ചിൽ ഇനിയും അടങ്ങിയിട്ടില്ല. 2020 ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ അയർലൻഡിനോട് തോറ്റിട്ടില്ലെന്ന ഇന്ത്യയുടെ അഹങ്കാരത്തിന്റെ കോട്ടയാണ് കഴിഞ്ഞ ദിവസം ബെൽഫാസ്റ്റിൽ ഐറിഷ് പട തച്ചുടച്ചത്. ചരിത്രത്തിലാദ്യമായി വഴങ്ങിയ ഈ നാണം കെട്ട അട്ടിമറി തോൽവിക്ക് പിന്നാലെ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ അണിയറകളിൽ ഇപ്പോൾ വൻ ഭൂകമ്പമാണ് ഉണ്ടായിരിക്കുന്നത്. ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർക്കെതിരെയും ഇന്ത്യൻ ബാറ്റർമാരുടെ ഉത്തരവാദിത്തമില്ലാത്ത സമീപനത്തിനെതിരെയും ഇതാ മുൻ ഇന്ത്യൻ ഇതിഹാസ ഓപ്പണറും നവാബ് ഓഫ് നജാഫ്ഗഡുവുമായ സാക്ഷാൽ വീരേന്ദ്ര സേവാഗ് അതിരൂക്ഷമായ ഭാഷയിൽ പൊട്ടിത്തെറിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ്. ക്രിക്കറ്റ് മൈതാനത്ത് ബൌളർമാരുടെ നെഞ്ചിലേക്ക് ഭയമില്ലാതെ കയറിച്ചെന്ന് തല്ലി തകർത്തിരുന്ന സേവാഗ് മൈക്കിന് മുന്നിലും തന്റെ ആ പഴയ അഗ്രസീവ് ശൈലി ഒട്ടും കൈവിട്ടിട്ടില്ല എന്ന് തെളിയിക്കുന്ന ഞെട്ടിക്കുന്ന തുറന്നടിക്കലുകളാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ക്യാപ്റ്റനായി അരങ്ങേറിയ ശ്രേയസ് അയ്യരുടെ തന്ത്രശൂന്യതയെയും പിച്ചിന്റെ സാഹചര്യം പോലും മനസ്സിലാക്കാതെ ആദ്യ പന്ത് മുതൽ സിക്സറുകൾക്ക് പിന്നാലെ പാഞ്ഞ് വിക്കറ്റ് ദാനം ചെയ്ത സഞ്ജു സാംസണും ഇഷാൻ കിഷനും അടങ്ങുന്ന മുൻനിരയുടെ നിലവാരമില്ലാത്ത കളിയെയും സേവാഗ് വലിച്ചു കീറി ഭിത്തിയിലൊട്ടിച്ചിരിക്കുകയാണ്. ശ്രേയസ് അയ്യരുടെ ക്യാപ്റ്റൻസിയിൽ ഞാൻ ഒട്ടും സംതൃപ്തനല്ല. ഇതേ നിലവാരമില്ലാത്ത കളി തുടരുകയാണെങ്കിൽ ഇനിയും ഇത്തരം തോൽവികൾ നമുക്ക് സ്വാഭാവികം മാത്രമാണ് എന്ന് തുടങ്ങി സേവാഗ് വിളിച്ചു പറഞ്ഞ കൈപ്പേറിയ സത്യങ്ങൾ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്കിടയിൽ ഇപ്പോൾ കനത്ത ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ശ്രേയസിന്റെ നായക പദവിയെ സേവാഗ് ഇത്രത്തോളം വെറുക്കാൻ കാരണം? മത്സരത്തിന്റെ 15ാം ഓവറിൽ ശ്രേയസ് വരുത്തിവെച്ച ആ മണ്ടത്തരം എന്തായിരുന്നു? ഇന്ത്യൻ ബാറ്റിംഗ് നിരയിലെ ആ വലിയ ചതിക്കുഴികളെക്കുറിച്ച് വീരു തുറന്നടിച്ച രഹസ്യങ്ങൾ എന്തൊക്കെയാണ്? സ്പോർട്സ് പിച്ചിന്റെ കണ്ണു തുറപ്പിക്കുന്ന ഒരു ഇൻസൈഡ് സ്റ്റോറി വിശകലനത്തിലേക്ക് സ്വാഗതം. നമുക്ക് വീരേന്ദ്ര സേവാഗ് എന്ന ഇതിഹാസത്തിന്റെ രോഷത്തിന്റെ ഒന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാരണത്തിലേക്ക് വരാം. അത് മറ്റൊന്നുമായിരുന്നില്ല, പുതിയ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരുടെ മോശം ഫീൽഡ് സെറ്റിംഗും തന്ത്രശൂന്യമായ ബൌളിംഗ് മാറ്റങ്ങളുമായിരുന്നു. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിംഗിനിറങ്ങിയ അയർലൻഡിനെ പവർ പ്ലേയിൽ തന്നെ 36 റൺസിന് 3 വിക്കറ്റ് എന്ന കടുത്ത തകർച്ചയിലേക്ക് തള്ളിയിടാൻ ഇന്ത്യൻ ബൌളർമാർക്ക് സാധിച്ചിരുന്നു. എന്നാൽ അവിടെ നിന്നാണ് ശ്രേയസ് അയ്യർ എന്ന ക്യാപ്റ്റൻ കളി കൈവിട്ടത്. മത്സരത്തിന്റെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിൽ, അതായത് 15ാം ഓവറിൽ ശ്രേയസ് എടുത്ത ഒരു തീരുമാനം കണ്ട് ക്രിക്കറ്റ് നിരീക്ഷകർ പോലും അമ്പരന്നു പോയിരുന്നു. ആ സമയത്ത് അയർലൻഡിനായി ക്രീസിൽ സെറ്റായ 2 വമ്പൻ ബാറ്റർമാരായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. കളി മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഈ ബാറ്റർമാർ ക്രീസിൽ നിൽക്കുമ്പോൾ അതിവേഗ പേസർമാരെ